വെറും 5ാം ക്ലാസ് വരെ ഉള്ളൂ. അത് ഓല കെട്ടും അരമന്തിലോട്ട് ഓരോ അധ്യാപകർ കുട്ടികൾ കുറവായിരിക്കും. 5ാം ക്ലാസ്സിൽ അപ്പുറത്തെ ഒരു ഷെഡ് ഓടിൻ്റെ ഒരു ചട്ടക്കൂട് കിട്ടണം. അതിൻ്റെ ഓഫീസ് മുതൽ 5ാം ക്ലാസ് ബാക്കിയൊക്കെ 4ാം ക്ലാസ് അരമതിലോട്ട് കിട്ടണം. പിന്നെ ഇവിടെ നിന്ന് 5ാം ക്ലാസ് തുടരുക. പിന്നെ 3 കൊല്ലം UP പോകണം. 3 കൊല്ലം അന്ന് 5 കൊല്ലം 11 കൊല്ലം പഠിച്ചില്ല. SLC ആവും. 10 കൊല്ലം മതി. അന്നത്തെ സ്കൂളിൽ ഇന്ന് ഒരുപാട് കെട്ടിടങ്ങൾ ഇന്ന് +2 വരെയായി. അതുപോലെ എന്തോ ഒരു അധ്യാപകർ എല്ലാ സൗകര്യം ഇന്ന് സ്കൂളിൽ കുട്ടികൾക്ക് മൂത്രമൊഴിക്കുന്നത് അടുത്ത വെള്ളം കുടിക്കുന്നത് അടുത്ത വീട്ടിൽ പോയി പച്ചവെള്ളം കുടിക്കുന്നത് വെള്ളക്കൂറ്റി സൗകര്യങ്ങളൊക്കെ നന്നായി പഠിക്കുന്നു. 82 കൊല്ലം 82 കൊല്ലം മുമ്പേ 1ാം ക്ലാസ് ചേർന്നു. അന്നത്തെ അധ്യാപകർക്ക് ആരും ജീവിച്ചിട്ടില്ല. അത് പിന്നെ UP പോയപ്പോൾ അവരും ഇല്ലാത്ത വേറെ എനിക്ക് ഇന്ന് ഞാൻ എന്നും സ്കൂളിൽ പോകണമാണ്. ഇപ്പോഴും സ്കൂളിലെ പേപ്പറൊക്കെ സൗജന്യം പഠിപ്പിക്കാനും എല്ലാ കാലത്തും ഞാൻ സ്കൂളിൽ എന്നും തിരുവനന്തപുരം. സ്കൂളിനെ പറ്റി ഇപ്പോൾ അഭിമാനം ആദ്യത്തെ സ്കൂളാണ്. അത് ആദ്യം ഒരു മനോഹര സ്കൂളായിരുന്നു. അത് NSSന് കഴിച്ചാൽ അങ്ങനെയാണ് സ്കൂൾ ഉണ്ടായത്. NSS ആയിരുന്നു സ്കൂൾ. അന്ന് ഞായലൂർ മനോഹര സ്കൂൾ. അത് NSSന് വിട്ടുകൊടുത്തു. NSS ആ കഴിവില്ലാതെ ഗവൺമെൻറ് അങ്ങനെയാണ് കുന്നുമ്മ സ്കൂൾ ഉണ്ടായത്. ഒരുപാട് പേരോട്ടുണ്ട്. ഒരു 450 സാർ, ജാനകൻ സാർ, ഒരു ഈശ്വരൻ സാർ, രാമോദരൻ, ഒരുപാട് പേര്. പക്ഷേ നമ്മുടെ പോലീസ് രാമോദരൻ സാർ എന്നെ പഠിപ്പിച്ചില്ല. ഒന്നേ പിന്നെയാണ് അങ്ങനെ പഠിപ്പിക്കുക. എന്നെ പഠിപ്പിച്ച നാമക്കുദേവൻ സാർ. ഇപ്പം എന്നെ പഠിപ്പിച്ച അധ്യാപകർ ആരും UP പഠിപ്പിച്ചവരും ജീവിച്ചിരിക്കില്ല. ഇവിടെ നിന്ന് ഞാൻ 5ാം ക്ലാസ് ജയിച്ചിട്ട് എടപ്പള്ളിയിൽ 3 രൂപ ഫീസ് കൊടുത്തു. ചേരാനൂര് 5 രൂപ, 5 രൂപ, ഇവിടെ 3 രൂപ. അന്ന് ഇവിടെ നിന്ന് നടന്ന് സേവക്ലാസ് പോയി പഠിച്ചു. വൈകുന്നേരം പോയി അങ്ങനെ പഠിച്ചു. നീലാണ്ടപ്രസാദ് എനിക്കറിയാം. എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് നീലാണ്ടപ്രസാദ് സ്കൂളിൽ വന്നു. അല്ല അതിനോടൊക്കെ നീലാണ്ടപ്രസാദ് എന്നെ പഠിപ്പിച്ചിട്ടില്ല. നീലാണ്ടപ്രസാദ് പൈലറ്റ് സാർക്കും പഠിപ്പിച്ചിട്ട് ദാമോദരൻ സാർ ഒരു നാരായണ സാറുണ്ടാവും. ഒരു നാരായണ അല്ലെ നമ്മുടെ ചെറുപ്പി കൊണ്ടുപോകുന്ന നാരായണ സാർ ആ കോട്ടിൻ്റെ അങ്ങനെ എന്നെ അങ്ങനെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായി. അങ്ങനെ വളരെ സ്ട്രോങ് പിള്ളേരായിട്ട് ശ്രദ്ധിക്കായിരുന്നു. അങ്ങനെ വളരെ സ്ട്രോങ്ങാണ്. പഠിപ്പിക്കാനും നല്ലതാണ്. വളരെ ഭക്തന സ്വഭാവക്കാരനാണ്. പഠിക്കാൻ എനിക്ക് എണ്ണമിട്ട് 4 ദിവസം പഠിച്ചിട്ട് ഒരു മലയാള അച്ഛനെ പറഞ്ഞാൽ 4 പഠിപ്പിക്കാണ്. 5 വയസ്സാണ് സ്കൂളിൽ കൊണ്ടുപോയി നമ്മുടെ വേറെപ്പിൻ്റെ അമ്മയുടെ ചേച്ചിയുടെ അമ്മയാണ് വേറെപ്പിൻ്റെ കൊണ്ടുപോയി സ്കൂളിലാക്കിയത്. എനിക്ക് ഒരക്ഷരം അവിടുന്ന് അന്നത്തെ സ്ഥിതിയിൽ 1ാം ക്ലാസ്സിൽ തോറ്റു. ഒന്നും അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ് അവിടെ നിന്ന് പിന്നെ എടപ്പള്ളിയിൽ പോയി പഠിച്ചത്. അവിടെ നിന്ന് പാസ്സായിട്ടാണ് കഴിവില്ല. അന്ന് 3 രൂപ ഫീസ് കൊടുക്കണം. ഞാൻ പഠിക്കുന്ന ഫീസുണ്ട്. അന്ന് ചേരാനൂര് 5 രൂപ. 5 രൂപ വേറെ ഗവൺമെൻറ് സ്കൂളും 3 രൂപ. പക്ഷേ അന്ന് പനമ്പള്ളി ഗവൺമെൻറ് തിരുപ്പതി മുഖ്യമന്ത്രിയായപ്പോഴാണ് 7ാം ക്ലാസ് വരെ ഫീസ് നിർത്തിയത്. ഞാൻ 7ാം ക്ലാസ് പാസ്സായിട്ടാണ് ഫീസില്ലാതെ. അത് പനമ്പള്ളി വരെ തിരുപ്പതി മുഖ്യമന്ത്രിയാണ്. അങ്ങനെയാണ് ഫീസ് നടത്തുന്നത്. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തിരുപ്പതി അങ്ങനെ കൊച്ചി തിരുപ്പതി മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുപ്പ്. ഞാൻ 7ാം ക്ലാസ് ഇല്ല. ഇവിടെ 5ാം ക്ലാസ് വരും. എടപ്പള്ളി UPയിലെ ഫസ്റ്റ് സെക്കൻഡ് തരം 3 കൊല്ലം. അവിടെ നിന്ന് ജയിച്ചപ്പോൾ സാമ്പത്തിക കഴിവില്ലാത്തതുകൊണ്ട് നിർത്തി പല ജോലിക്കും. പിന്നെ പേപ്പർ മേടിച്ചു. 8 കൊല്ലം കടയുടെ മാന്യനായിരുന്നു. അവിടെ നിന്ന് 8 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ വിമല
ഇതിലേക്കാട്ട പ്രധാനങ്ങൾ വിമല പിന്നെ ലളിത തങ്കപ്പറ്റ നാട്ടെങ്കിലും ഒക്കെ ആയതാണ്. തങ്കപ്പറ്റയുടെ പിന്നെ സുന്ദര സുബന്ധു അത് സുന്ദര സുബന്ധു സുന്ദര സുബന്ധു നടരാജ സുബന്ധു മാത്രമാണ്. പിന്നെ വിമലയെ ലളിതുണ്ട്. അങ്ങനെ മാത്രം കുറവാണ്. അല്ല മുസ്ലിങ്ങളായിരുന്നു സ്കൂളില്ല ആരുമില്ല. പിന്നെ കുറച്ച് മുസ്ലിം വന്നിട്ടുണ്ട്. ഇവിടെ 5 മുതൽ കോലഘട്ടത്തിൽ ഒരു 5ാം ക്ലാസ് ചട്ടമുള്ള ഓടിട്ട് ആ കെട്ടിടം കേരളത്തിൽ പോരാട്ട കമലാണ് കേരളത്തിൽ വന്നത്. തോണിപ്പറമ്പ് സർപ്പക്കാരും സർപ്പക്കളും തിരുത്തുകളും നാരായണങ്ങൾ അപ്പുറത്തൊരു കുഞ്ഞോ പിന്നെ അപ്പുറത്തൊരു അക്കളമുടി പിന്നെ ഒരു പൈസ കുളത്താൻ വരുന്നു പുറമേട്ട് ചെറിയ വീടാണ്. ഇന്നിപ്പോൾ കുളം തോണിപ്പുറം കുളമല്ല ഒരുപാട് പറഞ്ഞു വലിയ തോട് സ്കൂളിൻ്റെ മറ്റേ സ്കൂളിലാണ് അത് ഉണ്ടായില്ല. എന്നിട്ട് പിന്നീട് അന്നത്തെ പഞ്ചായത്ത് പഠിക്കണം വെച്ചത് അത് പുറമ്പോക്ക് സ്ഥലത്താണ്. എന്നത്തെ കാലം ഒരു സെന്റ് ഫ്രീ ആയി പുറത്താണ്. പിന്നെ വെറും മണ്ണ് വെറും മണ്ണ് ബസ്സില്ല. അത് TVM എന്ന് വിളിക്കും. ഈ ഭാഗത്ത് പിന്നെ നടന്നു അട്ടിളമില്ല കുളക്കട്ടിളമില്ല അങ്ങനെ പുറത്തേക്ക് പഠിക്കുന്നു. അമ്പാറ്റ ഇവിടെ നടന്നൊക്കെ പോകണം. ബസ്സുണ്ടെങ്കിൽ 6 പൈസ കൊടുക്കാൻ കഴിയില്ല. ഇല്ല ദേവകാലം ബസ്സുണ്ട് ഇവിടെ. അവിടെ TVM പത്രങ്ങളും അതിനാണ് പിന്നെ പകോട വളരെ ഒന്നുമില്ല. ഇവിടെ അതുപോലെ മണ്ണോട് തോടായിരുന്നു. അന്ന് ഇവിടെ തമിഴ്നാട്ടിൽ തോട് തോടായി. അങ്ങനെ മണ്ണോടെന്ന് പറയാൻ കാരണം അന്ന് നായന്മാർ മാത്രമാണ്. പിന്നെ അതുകൊണ്ടാണ് മണ്ണോടാക്കി അത് പിന്നെയാണ് മണ്ണത്ത് അമ്പലമുണ്ട്. ഇവിടെ തുച്ഛമായ പിന്നെ തറവാടാണ്. പഴയ തറവാട് ഒരു അതിപ്പോഴും അങ്ങനെ തന്നെ. എൻ്റെ വീടും അമ്മയുടെ അച്ഛനായിട്ട് 84 കൊല്ലം അമ്മയുടെ അച്ഛനായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ വീട് പഴയ പുരാവസ്തുള്ള വീട് അങ്ങനെ തന്നെ. ഞാനും ഭാര്യയും താമസം. മക്കളൊക്കെ വേറെ വരുന്നു. നമുക്ക് പുരാവസ്തു വീട്ടിൽ അങ്ങനെ തട്ടിലെ പഴഞ്ചോറും തട്ടിൽ ചോറിനായിട്ട് കളിക്കാം. കഞ്ഞില്ല കഞ്ഞില്ല തട്ടിൽ നേരം തെറ്റിയ തട്ടിലുള്ള
അടിയിലാണ് അരി വാങ്ങിക്കാനുണ്ട് ചിലത് ഉച്ചയ്ക്ക് രാത്രി ആഹാരം ഉണ്ടാവും അങ്ങനെയൊക്കെ അത്രയുള്ളൂ. ഉച്ചയ്ക്ക് എന്താ അത് ശരിയാണ്. ചില ദിവസം ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാവില്ല, അങ്ങനെ പിന്നെ അമ്മേൻ്റെ ജ്യേഷ്ഠത്തിയുടെ വീട്ടുകാരെ നിങ്ങളെ വീട്ടിൽ ആഹാരം അന്ന് അവർക്ക് വലിയ ആദ്യത്തെ മുപ്പത് രണ്ടിയാളെ വെച്ചിട്ടുണ്ട്. അവർ ചിലതൊക്കെ മുട്ട ആഹാരം ആരെല്ലാം ആഹാരം എന്നാ നമ്മുടെ ചെയ്തു വന്നിട്ട് ഞങ്ങൾ എന്നെ മറ്റേ നമ്മുടെ ഞങ്ങൾ കുട്ടികൾക്ക് 3 മണിയായി ആഹാരം വീട്ടിൽ നോക്കുമ്പോൾ ആഹാരം പറ്റിയിട്ടില്ല. അങ്ങനെ അങ്ങനെ കിട്ടും. ചക്രമുണ്ടായി പിന്നെ ഓട്ടക്കാരനാണ് അന്ന് 2-ന്റെ വീട്ടിൽ 5-ന്റെ വീട്ടിലുണ്ടായിരുന്നു. ആദ്യം ചക്രമുണ്ടായി ഒരു ചക്രമായിട്ടുണ്ട്. ഒരു മാസത്തേക്ക് ഒരു പാട്ടം പോയിട്ടുള്ള 1 രൂപയ്ക്ക് 100 ചാള. അപ്പൊ ചാള ഉണ്ടാവും. ചാള കഴിച്ച് ഈ പാട്ട് തെങ്ങിന് 10 ശരിക്കും പട്ടിയെല്ലാം കഴിച്ചു തെങ്ങിന്റെ പാലമൊക്കെയാണ്. പിന്നെ അവരെ 3 വർഷം പിന്നെ അവിടെ മാനേജായിട്ട് പിന്നെ മോയെ പിന്നെ ചന്ദ്രൻ പിന്നെ Ini
കാര്യങ്ങൾ